സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിദിന ചിന്തയിലേക്ക് സ്വാഗതം. എൻ്റെ ഉള്ള നിനക്ക് ഇതായിരിക്കുന്നു. സങ്കീർത്തനം 63 വാക്യം. യഹൂദ മരുഭൂമി തന്നെ പിന്തുടരുന്നവരെ ഭയന്ന് ഒളിച്ചിരിക്കുമ്പോൾ ദാവീദ് ഒരു പ്രാർത്ഥനയിൽ അതേ വാചനിരാശയെ മാറി. എന്നാൽ വളരെ വാക്ചാരിത്യത്തോടെ പ്രകടിപ്പിച്ചു, ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉറങ്ങി വരുന്ന ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദൈവം നിനക്കായി കാംക്ഷിക്കുന്നു. ദാവീദ് ദൈവത്തെ സ്തുതിച്ചതിന് കാരണം അവൻ്റെ ദയ ജീവനേക്കാൾ നല്ലത്. അവനെ അറിയുന്നതുമായി ഒന്നിനെയും താരതമ്യപ്പെടുത്താനാവില്ല. യേശുവിലൂടെ ദൈവം നമ്മെ അന്വേഷിക്കുകയും നാം ഒരിക്കൽ എത്ര അകലെ ആയിരുന്നു എന്നോർക്കാതെ അവൻ്റെ പൂർണ്ണത സ്നേഹത്തിലേക്ക് നമുക്ക് വരുവാൻ വഴിയൊരുക്കുകയും ചെയ്തു. നാം അവനിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ ഭവനം നാം കണ്ടെത്തുന്നു. ഒരു ദിവസം യേശുവിനെ കാണുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്തെല്ലാം വിധികൾ നിങ്ങൾക്ക് ഇന്ന് അവനെ അന്വേഷിക്കും? പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയുടെ ജീവിതത്തിലൂടെയും ക്രൂശിൻ്റെ മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും അങ്ങയുടെ അടുക്കൽ വരുവാൻ എനിക്ക് വഴിയൊരുക്കാൻ നന്ദി. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.